ഹലോ ഫ്രണ്ട്സ്, ഇന്നെനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു അമ്മയുടെ കുറച്ച് വിഷമങ്ങൾ കാണാനും കേൾക്കാനും ഒരു ഇട വന്നു. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പെൺമക്കളോടും ആൺകുട്ടികളോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഇത് കേൾക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അങ്ങ് വിട്ടേക്ക്. കല്യാണം കഴിഞ്ഞിട്ട് ഡിസംബറിൽ കല്യാണം കഴിഞ്ഞതാണ്. ഇത് ഓഗസ്റ്റാണ്. ആ കുട്ടി 2 മാസം ഗർഭിണിയാണ്. 25 വയസ്സേ ഉള്ളൂ. ചെറുക്കനെങ്ങാണ് ഒരു 10-27 വയസ്സ്. എപ്പോൾ അവന് ഈ ഒരു പുതിയ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവനൊരു കോള് വന്നു. അപ്പോൾ അവനോട് അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തവരെന്തോ അത്യാവശ്യമായിട്ട് അവരെ വിളിച്ചതാണ്. അപ്പോൾ അവനോട് ഈ കൊച്ച് ചോദിച്ചു, എന്താണ് നിങ്ങൾ ആരെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അതവിടെ ചായ ഉണ്ടാക്കുന്ന സ്ത്രീയാണ്, എന്നോട് അത്യാവശ്യമായിട്ട് അവിടെ ചെല്ലാനെന്ന് പറഞ്ഞതാണ്. ചായ ഉണ്ടാക്കുന്ന സ്ത്രീ എന്തിനാണ് നിങ്ങളെ വിളിക്കുന്നത്? വേറെ ആരുമില്ലേ അവിടെ എന്ന് ചോദിച്ചു. അതും ശരിയല്ലേ, ഇവള് സംശയം വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവൻ കളവ് പറഞ്ഞു. ഈ കളവ് പറയുമ്പോൾ, ഒരു കളവ് പറയുമ്പോൾ 10 കളവ് പറഞ്ഞാലേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കളവ് പറയാതിരിക്കുക, സത്യമായിട്ട് പറയുക. ഇന്നാണ് വിളിച്ചതാണ്, ഇന്ന സ്ഥലത്ത് പോകാനാണ് എന്ന് പറഞ്ഞ അവിടെ പ്രശ്നം. അവിടെ അടിയായി ഇടിയായി വഴക്കായി. ഈ പെൺകുട്ടി ജോലി സ്ഥലത്തിരിക്കുന്ന അമ്മയെ വിളിക്കുന്നു. ആ അമ്മ ഗർഭിണിയായ ഒരു മകളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ജോലിക്കായിട്ട് വന്നിരിക്കുന്നതാണ്. അവർക്ക് ജോലി എടുത്താലേ അവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പം ഈ പെൺകുട്ടി 2 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന പെൺകുട്ടി അവരെ വിളിച്ച് സങ്കടം പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ വിളിച്ച് സങ്കടം പറയുമ്പോൾ, അവിടെ ഇരിക്കുന്ന ആ അമ്മ എത്രമാത്രം വിഷമിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒരമ്മയാണേ. അപ്പം നിങ്ങൾ ആവശ്യമില്ലാതെ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കുറേ അധികം കൊച്ചു സ്ത്രീകൾക്ക്, മക്കൾക്ക്, പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണിത്, സംശയരോഗം, ഡിപ്രഷൻ. അപ്പം അത് വരാതിരിക്കാൻ അവരുടെ ഭർത്താവ് എന്താ ചെയ്യേണ്ടത്? അവരെ ചേർത്ത് പിടിക്കുക. അവർക്ക് വേണ്ട കെയറിങ്, സ്നേഹം, അവർക്ക് വേണ്ടത് എന്താണോ. ചിലപ്പോൾ അവർ ചോദിക്കുന്നത് ഒരു മിഠായി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നെല്ലിക്കയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. പറ്റുന്നത് പോലെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത റിലേഷനിൽ ചെന്ന് ഈ സമയത്ത് ചെന്ന് വീഴാതിരിക്കുക. കാരണം ഡോക്ടർ പറയും റെസ്റ്റ് വേണമെന്ന്. അപ്പം ഭാര്യയും ഭർത്താവും കുറച്ച് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. അപ്പം അവർക്ക് അതും ഒരു ബുദ്ധിമുട്ടാണ്. പുരുഷനും ബുദ്ധിമുട്ടായിരിക്കും, സ്ത്രീക്കും ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ പേരിൽ സ്ത്രീയുടെ മനസ്സിൽ അയ്യോ എനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ എന്ന് സ്ത്രീക്കും പുരുഷനും ഉണ്ടാവും അതുപോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ രണ്ടുപേരും അറിഞ്ഞ് കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഡോക്ടർ പറയുന്ന രീതിയിലല്ലാതെയും വേറെ എത്രമാത്രം കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതുപോലെ സ്നേഹത്തോടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണെങ്കിൽ അതിന് ഭാര്യയും വിചാരിക്കണം, ഭർത്താവ് കൂടുതലും വിചാരിക്കണം. ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണെങ്കിൽ എത്രമാത്രം ആ മകള് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എത്രമാത്രം സന്തോഷമായിട്ട് അത് ജനിക്കും എന്നറിയാമോ? നിങ്ങളതൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഈ പ്രഗ്നൻ്റ് ആകുമ്പോൾ, നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയാലാണ് അധികം സമയമൊന്നും വേണ്ട, നിമിഷങ്ങൾ മതി പ്രഗ്നൻ്റ് ആകും. പക്ഷേ ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷമുള്ള കാര്യമാണ് വലിയ കാര്യം. അത് ചിന്തിക്കണം. സന്തോഷത്തോടെ ഇരിക്കുക. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, പാട്ട് കേൾക്കുക, നല്ല നല്ല സിനിമകൾ കാണുക, ബുക്സ് വായിക്കുക, വരയ്ക്കുന്നവരാണെങ്കിൽ വരയ്ക്കുക, തയ്ക്കുന്നവരാണെങ്കിൽ ഹാൻഡ് വർക്കുകൾ ചെയ്യുക, വീട്ടിലെ അമ്മയെ ചെറിയ ചെറിയ രീതിയിൽ സഹായിക്കുക, പച്ചക്കറി അരിയാനോ ഉള്ളി പൊളിക്കാനോ. അത് കഴിഞ്ഞിട്ട് ഒരുവിധം നല്ല വലിയ ജോലികളൊക്കെ ചെയ്യാനും സാധിക്കണം. അങ്ങനെ വേണം. നമ്മുടെ ശരീരത്തിന് വ്യായാമം വേണം. ഒരു 4-5 മാസം കഴിയുമ്പോൾ നമ്മൾ വ്യായാമം ചെയ്തേ പറ്റുള്ളൂ, എന്നാലേ നമുക്ക് ഡെലിവറി ഉണ്ടാവുള്ളൂ, നോർമൽ ഡെലിവറി. പിന്നെ മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അമ്മമാരെ, നിങ്ങളെ കല്യാണം കഴിപ്പിച്ചയക്കുന്നത് ആ സ്ത്രീ ഒരു 47 വയസ്സുള്ള സ്ത്രീയാണ് അമ്മ. ഞാൻ ഇന്ന് അവരോട് വയസ്സ് പോലും ചോദിച്ചു, അവരുടെ വിഷമം കണ്ടിട്ട്. 47 വയസ്സുള്ള ഒരു അമ്മയാണ്, അവർ അമ്മുമ്മയാകാൻ പോണവരാണ്. അവരവിടെ ഇരുന്ന് വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പിന്നിലോട്ട് പോയി. ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഒരിക്കലും ഇതുപോലെയുള്ള അവസരങ്ങളിൽ അപ്പോൾ ചോദിക്കും, പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മനോട് പറയണ്ടേ, കാര്യങ്ങൾ പറയണ്ടേ, ഞങ്ങളെന്താ അയാളുടെ തല്ലും കൊണ്ട് ഇടി കൊണ്ട് കിടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറയും.
അവിടത്തോളം എത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കെട്ടിയാൻ അവർ വിളിച്ചു, ഇവർ വിളിച്ചു, കെട്ടിയാൻ അങ്ങോട്ട് പോയി, ഭർത്താവ് ഇതിലേ പോയി, ഭർത്താവ് അതിലേ പോയി, അവളെ നോക്കി ഇവളെ നോക്കി, അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈശ്വരനെ വിചാരിച്ച്, നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ വിചാരിച്ച്, അവൻ നല്ല മകനായി വളരട്ടെ, അവൻ നല്ല കുട്ടിയായിട്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്നവനാകട്ടെ, എൻ്റെ മോൻ സുന്ദരനായി വളരട്ടെ, എൻ്റെ മോൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. എത്രയോ ഇപ്പോൾ പണ്ടേ പോലെ ഒന്നുമല്ല, ഇഷ്ടംപോലെ ബുക്സുകൾ വാങ്ങിക്കാൻ കിട്ടും. യൂട്യൂബിൽ പിന്നെ നോക്കിയാൽ നമുക്ക് കുട്ടികളുടെ ഓരോ വളർച്ചയും പഠിക്കാൻ സാധിക്കും, ഗൂഗിൾ സെർച്ച് ചെയ്താലേ. അപ്പം നമുക്ക് അതൊക്കെ വായിച്ച് നമുക്ക് ഇരിക്കാം. അപ്പം അതുകൊണ്ട് നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി നേരത്തെ പ്രിപ്പറേഷനായിട്ട് കുഞ്ഞിന് ജന്മം നൽകിയാൽ മതി. അല്ലാതെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടിയുണ്ടാക്കരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ആൻറ്റിയുടെ വാക്കുകൾ കേട്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ് ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.